കുലുക്കി നോക്കാം. ഇതാ കുലുക്കിയാൽ എറിഞ്ഞാലും ചാടൂല. ഇതാ നല്ല അടിപൊളിയായിട്ട് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. വാ സൂപ്പർ. ഹലോ നമസ്കാരം, നൗഫലാണ് കൊബോൾട്ട് സ്റ്റേഷനറീസ് നിന്ന്. കൊബോൾട്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ, അതായത് ഒരു വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു 1.5 ലക്ഷം രൂപയുടെ താഴത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐസ്ക്രീം പാർലർ, ഒരു വേഫർ ഷോപ്പ്, ചോക്ലേറ്റിൻ്റെ ഒക്കെ ഷോപ്പ് തുടങ്ങാൻ പറ്റും. എങ്ങനെയാണ് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. എത്രത്തോളം നമുക്ക് മിഷനറീസ് അതിലേക്ക് വേണം, എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയൊക്കെ അത് ചെയ്യാൻ പറ്റും എന്നുള്ള ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ 3 മെഷീന് നമ്മളിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഒന്ന് നമ്മളെ ഐസ്ക്രീമിൻ്റെ സോഫ്റ്റ് മെഷീനാണ്. സോഫ്റ്റ് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൂ ഇൻസ്റ്റാളേഷൻ. ഇതൊക്കെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ഇതിങ്ങനെ മെഷീനിൽ ഫിറ്റ് ചെയ്യാം, എങ്ങനെ മെഷീനിൽ വർക്ക് ചെയ്യാം, ഐസ്ക്രീം എങ്ങനെ നമുക്ക് ഇതിൽ ഉണ്ടാക്കിയെടുക്കാം, ഐസ്ക്രീമിൻ്റെ മിക്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ഇത് ഫുള്ളായിട്ട് കറക്റ്റായിട്ട് കാണുക, അപ്പോഴേ അതിൻ്റെ ഫുള്ള് കാര്യങ്ങൾ അറിയുള്ളൂ. നമ്മളെല്ലാം A to Z കാര്യങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നു. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ 2 ബീറ്ററാണുള്ളത്, 2 ഹോളിൽ. എന്നുവെച്ചാൽ ഇതാണ് അതിൻ്റെ ഫ്രീസിങ് നടക്കുന്ന ഏരിയ, ഐസ്ക്രീമിൻ്റെ ഫ്രീസിങ് നടക്കുന്ന ഏരിയ. ലിക്വിഡ് നമ്മൾ ഇവിടെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് താഴോട്ട് പോയിട്ട് ഇവിടെയാണ് അതിൻ്റെ ഫ്രീസിങ് കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ നമുക്ക് ബീറ്റർ ഇൻസ്റ്റാൾ ചെയ്യാം. ബീറ്റർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ബീറ്റർ ഒരു സ്പ്രിംഗ് ആക്ഷൻ നടക്കണം. ഇതാണ് അതിൻ്റെ ഒരു പൊസിഷൻ, എന്നാലേ അത് കറക്റ്റ് വർക്ക് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ രണ്ടാമത്തെ ബീറ്റർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്കിനി ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ഇതിൻ്റെ മെയിൻ ഹെഡിൽ നമുക്ക് അതിൻ്റെ റോബുകൾ, ഓരോ 3 റോബ് ഉണ്ട്. എന്ന് വെച്ചാൽ 2 ഫ്ലേവറും ഒരു മിക്സഡ് ഫ്ലേവറുമാണ്. അപ്പോൾ എന്താ വെച്ചാൽ 3 റോബ് ഉണ്ട്. അപ്പോൾ ഈ 3 റോബും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, ഓരോന്നായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ റോബ് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് അത് മെഷീനിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. നമ്മൾ മെഷീനിൽ ഇതിൻ്റെ ഹെഡ് ആഡ് ചെയ്യാണ്. നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ബോൾട്ടിന് ഇതിന് 2 സൈസ് ഉണ്ട്. ഒന്ന് ലെങ്ത് കൂടിയതും ലെങ്ത് കുറഞ്ഞതും. നമ്മൾ ലെങ്ത് കൂടിയത് മുകളിലും ലെങ്ത് കുറഞ്ഞത് താഴത്തും കൊണ്ടുണ്ടത്, എന്നാൽ മാത്രമേ ഇത് കറക്റ്റ് ഫിറ്റ് ആകുള്ളൂ, അല്ലെങ്കിൽ ലീക്ക് അടിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഹെഡ് ഇതിൽ കുടുക്കിയിട്ടുണ്ട്. അപ്പോൾ ഹെഡ് കറക്റ്റ് വർക്കിംഗ് ആണ്. നമ്മൾ ഐസ്ക്രീം മെഷീൻ്റെ ബേസിക് മോഡലാണ് ഈ ഒരു മോഡൽ പറഞ്ഞത്. ഫ്ലോർ ടൈപ്പിൽ ബേസിക് മോഡലാണ്. ഇത് 2+1 ഫ്ലേവർ ആണ് വരുന്നത്. 2 സിംഗിൾ ഫ്ലേവറും ഇത് മിക്സ് ചെയ്തിട്ട് ഒരു ഫ്ലേവർ കൂടി വരുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ തന്നെ സിംഗിൾ ഫ്ലേവർ വരുന്ന ഒരു മെഷീൻ ഉണ്ട്, ടേബിൾ ടോപ്പ് മെഷീൻ ഉണ്ട്. 3 ഫ്ലേവറിൽ തന്നെ ടേബിൾ ടോപ്പ് മെഷീൻ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ സ്പേസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഫ്ലോർ ടൈപ്പ് ആയിട്ടുള്ള ഈ വലിയ മെഷീൻ വെക്കുകയാണ് നല്ലത്. അപ്പോൾ നമുക്കിത് ഐസ്ക്രീമിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിക്കുന്നതിൻ്റെ മുന്നായിട്ട് മെഷീൻ ഒന്ന് ക്ലീൻ ചെയ്യാം. നമ്മളിപ്പോൾ ഇലക്ട്രിക്കൽ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഒരുപാട് പ്രോഗ്രാമിംഗ് ഒന്നുമില്ല. ഇതിൽ 2, 3, 4 പ്രോഗ്രാമിംഗ് ഉള്ളൂ. ഹാർഡ്നെസ്, ഓട്ടോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. പിന്നെ വാഷ്, സ്റ്റോപ്പ്, ഈ 4 പ്രോഗ്രാമിംഗ് ഉള്ളൂ. അപ്പോൾ നമുക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് ക്ലീൻ ചെയ്യണം. 2 ടാങ്കിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വാഷ് എന്നുള്ള ബട്ടൺ നെക്കിയതിന് ശേഷം നെക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ 2 ബീറ്ററും വർക്ക് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ചെന്നിട്ട് വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 3 മിനിറ്റ് എങ്കിലും ഇതിൻ്റെ വാഷിംഗ് മോഡിൽ ഇട്ടിട്ട് ഒന്ന് വർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കച്ചറകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലീൻ ചെയ്ത് പുറത്തേക്ക് വരും. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഐസ്ക്രീം ഡ്രോപ്പ് ചെയ്യുന്നത് പോലെ തന്നെ അതിൻ്റെ വെള്ളം ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു 2 ടൈമോ 3 ടൈമോ ആയിട്ട് വാഷ് ചെയ്തിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ജസ്റ്റ് ഒരു 3 മിനിറ്റ് ഇതൊന്ന് വർക്ക് ചെയ്തതിന് ശേഷം നമുക്കത് വാഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ 3 മിനിറ്റ് ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഒന്ന് ഐസ്ക്രീം ഡ്രോപ്പ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഓരോന്ന് ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഇതിന് മുന്നേ ക്ലീൻ ചെയ്ത് വെച്ചായതുകൊണ്ട് ഇതിൽ കച്ചറയും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഒറ്റ പ്രാവശ്യം തന്നെ ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ഈ മെഷീനിലേക്ക് നമ്മൾ ഐസ്ക്രീമിൻ്റെ മിക്സ് ഉണ്ടാക്കിയിട്ട് ഒഴിക്കണം. ഐസ്ക്രീമിൻ്റെ മിക്സ് ഉണ്ടാക്കാൻ വളരെ ചെറിയ കോസ്റ്റ് ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഐസ്ക്രീമിൻ്റെ പൗഡർ 1 കിലോ പൗഡറിലേക്ക് നമുക്ക് 4 കിലോ പാൽ ഒഴിക്കാം. അപ്പോൾ 4 കിലോ പാൽ ഒഴിക്കുമ്പോൾ മൊത്തത്തിൽ 5 ലിറ്റർ ആയിട്ട്, 4 കിലോ അല്ല 4 ലിറ്റർ പാൽ ഒഴിക്കുക. അപ്പോൾ 5 ലിറ്റർ ആയിട്ട് കിട്ടും. അപ്പോൾ ആ മിക്സ് നമുക്ക് ഇവിടെ ഉണ്ടാക്കാം.
അപ്പോൾ നമ്മൾ ഐസ്ക്രീമിൻ്റെ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പം നമ്മളിവിടെ ചെറിയ ബേക്കേഴ്സിൻ്റെ മിക്സാണ് വാങ്ങിയിട്ടുള്ളത്. ശരിക്ക് ഇതൊരു കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ശരിക്ക് 1 കിലോയുടെ ബാഗ് വാങ്ങാൻ കിട്ടും ഐസ്ക്രീമിൻ്റെ മിക്സ്. അങ്ങനെ ഒരു 1 കിലോയുടെ ബാഗിന് ബിലോ 200 റുപ്പീസേ ഉള്ളൂ കേട്ടോ. ആ ഒരു 1 കിലോയുടെ ബാഗിൽ അതിൽ നമുക്ക് 4 ലിറ്റർ പാല് മിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 ലിറ്ററിലേറെ നമുക്കൊരു ഐസ്ക്രീമിൻ്റെ മിക്സ് ആയിട്ട് കിട്ടും. അത് നമ്മളെ മെഷീനിലിട്ട് നമ്മളെ പ്രഷറും കാര്യങ്ങളും വെക്കും ഇതാക്കുമ്പോൾ ഔട്ട്പുട്ട് നമുക്ക് ഏകദേശം 7 ലിറ്റർ കിട്ടും. 5 ലിറ്റർ നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7 ലിറ്റർ ഐസ്ക്രീം ആയിട്ട് കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് കോസ്റ്റ് വരിക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക്കൽ കൺസപ്ഷനും എല്ലാം കൂടെ കൂടിയിട്ട് ഒരു ഐസ്ക്രീമിന് ചെറിയ നമ്മളൊരു സ്കൂപ്പ് ഐസ്ക്രീമിന് നമ്മളെ ക്രീം നമ്മൾ ഉണ്ടാക്കാനുള്ള ചിലവ് വരുന്നത് പറഞ്ഞാൽ ഏകദേശം ഒരു 5 രൂപ 6 രൂപേൻ്റെ ഉള്ളിലേ നിൽക്കുന്നുള്ളൂ. എല്ലാം ഇലക്ട്രിസിറ്റി അടക്കം നമുക്ക് വരുന്ന ചിലവ്. അപ്പോൾ നമുക്കത് കസ്റ്റമർക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം മിനിമം ഒരു 20 രൂപ കൊടുക്കാം. 20, 25, 30 രൂപ 40 രൂപക്കൊക്കെ കൊടുക്കാം. അപ്പോൾ അത്രയും ഒരു പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഇത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ വേഫിളും ചോക്ലേറ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെക്കാട്ടും സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കാം. കഫേകളിലൊക്കെ കൊടുക്കാം. അപ്പം ഇതിനെക്കാട്ടിലും റേറ്റ് ഇട്ട് കൊടുക്കാം, ഇതിനെക്കാട്ടും സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കാം. അപ്പം നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ്സാണിത്. അപ്പോൾ നമുക്ക് ഐസ്ക്രീമിൻ്റെ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളതിന് പാലും 300 ഗ്രാം പൗഡറും 300 600 ഗ്രാം പൗഡർ 2 ഫ്ലേവറായിട്ട്, ഒന്ന് മാംഗോ ഫ്ലേവറും ഒന്ന് വാനില ഫ്ലേവറുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1.5-3 ലിറ്റർ പാൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് സാമ്പിൾ അടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാലും പൗഡർ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബീറ്റർ കൂടെ എടുത്തിട്ടുണ്ട്. ഈ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി സുഖമായിട്ട് അടിക്കാൻ പറ്റും. ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ അടിച്ചാൽ മതി. കുറച്ച് അധിക നേരം അടിച്ച് നല്ല മിക്സ് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ബീറ്ററിലാണ് ഇത് അടിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ബീറ്ററിലേക്ക് പൗഡറൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് ഇത് നമുക്ക് അടിച്ച് നല്ല കുട്ടപ്പനാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ 300 ഗ്രാം പൗഡറാണ് എടുക്കുന്നത്. അതിൽ 1.5 ലിറ്റർ മിൽക്ക് ഒഴിക്കണം. അപ്പോൾ നമ്മൾ 1.5 ലിറ്റർ പാൽ ഒഴിച്ചിട്ട് അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിൽ ഷുഗറിൻ്റെ കണ്ടന്റ് ഉണ്ട്. നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അടിച്ച് നോക്കിയതിന് ശേഷം ഷുഗർ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ഷുഗറോട് കൊണ്ടു വെച്ചിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് നോക്കാം. ചെറുതായിട്ട് അതൊന്ന് മൊത്തത്തിലൊന്ന് മിക്സാക്കി കിട്ടിയാൽ മതി. നമ്മളിപ്പോൾ ഫസ്റ്റ് വാനില ഫ്ലേവറാണ് ഇട്ടിരിക്കുന്നത്. വാനില ഫ്ലേവർ ഇപ്പം ഒരു 2 മിനിറ്റ് അടിക്കുമ്പോൾ തന്നെ അതൊന്ന് ക്ലിയർ ആയിട്ട് ബീറ്റായി കിട്ടും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഫ്ലേവറിനായിട്ട് നമ്മൾ മാംഗോയുടെ മിക്സാണ് എടുത്തിട്ടുള്ളത്. മിക്സ് നമുക്ക് നേരെ ഐസ്ക്രീമിൻ്റെ മെഷീനിലേക്ക് ഒഴിക്കാം. ഓക്കെ, മിക്സൊക്കെ ലോഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പവർ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് മെഷീൻ ഓൺ ആക്കാം. നമ്മൾ ഓൺ ഓഫ് ഉണ്ട്. മെഷീൻ പവർ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ വേണ്ട ഇതിൽ നമുക്ക് പ്രസ് ചെയ്യണം. എന്താ വെച്ചാൽ നമുക്ക് ഓട്ടോയുടെ ഒരു ഫങ്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓട്ടോ ഫങ്ഷൻ വർക്ക് ചെയ്യുന്നതോടുകൂടെ ഇതിൻ്റെ ഉള്ളിലത്തെ ബീറ്റർ വർക്ക് ചെയ്തിട്ട് മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഇത് പ്രോഗ്രാം ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഓട്ടോ ജസ്റ്റ് ഞെക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വേണ്ട ഹാർഡ്നെസ്സിൽ സാധനം കിട്ടും. അപ്പോൾ ഇത് ഇനി ഏകദേശം ഒരു 20 to 30 മിനിറ്റ് ഫസ്റ്റ് പ്രൊഡക്ഷന് നമുക്കൊരു ടൈം വേണം. അപ്പോൾ അതുവരെ മെഷീൻ വർക്ക് ചെയ്യട്ടെ. പിന്നെ നമുക്ക് അതിന് ശേഷം നമുക്ക് ഓരോ ഐസ്ക്രീമായിട്ട് എടുത്ത് നോക്കാം. എങ്ങനെ അതിൻ്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഒരു 30 മിനിറ്റ് ശേഷം വെയിറ്റ് ചെയ്ത് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഐസ്ക്രീം എന്നിട്ട്. അപ്പോൾ നമ്മൾ ഐസ്ക്രീം ലിക്വിഡ് ആക്കി ഒഴിച്ച് നമ്മളൊരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്തു. ഫസ്റ്റ് എടുക്കുന്നതിനാണ് 30 മിനിറ്റ് ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് ആ ടൈമിൻ്റെ ആവശ്യമില്ല. അത് കണ്ടിന്യൂ ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഓക്കെ, അതെയാ സൂപ്പർ, നല്ല അടിപൊളി ഐസ്ക്രീം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ചാടുണ്ടോ നോക്കാം. കുലുക്കി നോക്കാം. ഇതാ കുലുക്കിയാൽ എറിഞ്ഞാലും ചാടൂല. ഇതാ നല്ല അടിപൊളിയായിട്ട് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വാ സൂപ്പർ. നമുക്ക് കറക്റ്റ് അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുള്ളൂ. അരമണിക്കൂറായി പോകുന്നതാ. നല്ല അടിപൊളി. തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ചാടാത്തതാ. കുലുക്കി നല്ല കുറേ കുലുക്കുമ്പോൾ ചാടും കേട്ടോ. ഓക്കെ, നല്ല ഐസ്ക്രീമായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൽ വേറെയും ഫ്ലേവർ ഉണ്ട്. നമുക്ക് മാംഗോ ഫ്ലേവർ ഉണ്ട്, അതുകൊണ്ട് നോക്കാം. അപ്പോൾ ഐസ്ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ഐസ്ക്രീം എടുക്കുന്നതിൻ്റെ പിന്നെ ഇവിടുത്തെ മോൾഡുകൾ ഡിസൈൻ മാറ്റാൻ പറ്റും. ഇപ്പം നമ്മൾ സിംഗിൾ ഫ്ലേവർ എടുത്ത ഒരു മോഡലിനാണ്, ഒരു ഡിസൈനിലാണ്. നമ്മൾ ഡുവൽ ഫ്ലേവർ എടുക്കാൻ പോകുന്നത് വേറൊരു ഡിസൈനിലാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ വേറെ ഡിസൈൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്ത് നോക്കാം. വേണ്ട, നമ്മൾ ഡ്യുവൽ ഫ്ലേവർ വളരെ
പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം കുറച്ച് വാനിലയും കുറച്ച് മിൽക്കും ആയിട്ട് നല്ല ഒരു കോംബോ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും നല്ല തിക്കാണ്. അപ്പോൾ ഈ ഐസ്ക്രീമിൻ്റെ ഈ മെഷീൻ ആണെന്നുണ്ടെങ്കിലും ഐസ്ക്രീമിൻ്റെ മെഷീൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം ഒരു 60,000 രൂപ മുതൽ ഏകദേശം 20 ലക്ഷം 30 ലക്ഷം രൂപ വരെയൊക്കെ മെഷീനറീസ് ഉണ്ട്. നല്ല നല്ല ബ്രാൻഡ്. ഇത് തായ്വാൻ ഇമ്പോർട്ടഡ് ആണ്. അല്ലാത്ത നല്ല നല്ല ബ്രാൻഡുകളുണ്ട്. യുഎസിൻ്റെയും ഇറ്റലിയുടെ ഒക്കെ നല്ല ബ്രാൻഡുകളുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള കസ്റ്റമേഴ്സിന് ഏതാണോ ആവശ്യം അതിനനുസരിച്ച് തരാം. ടൈലർ അങ്ങനെയുള്ള വലിയ വലിയ ബ്രാൻഡുകളുണ്ട് ഐസ്ക്രീമിൻ്റെ. അപ്പോൾ ഇതിൻ്റെ മോഡൽ BH188LC എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് സിംഗിൾ ഫേസിലാണ് വരുന്നത്. 220V 15 ആംബിയേഴ്സ്. പിന്നെ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 16 to 22 ലിറ്റർ ഐസ്ക്രീമാണ് പെർ ഹവറിൽ നമുക്ക് ഇതിന് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. പിന്നെ ഇതിന് നമ്മൾ പവർ ആവശ്യമുള്ളത് 2100 വാട്ട്സ് ആണ് പവർ വേണ്ടത്. പിന്നെ 16 ആംബിയറിൻ്റെ പ്ലഗാണ് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുക. ഈ മെഷീൻ ഏകദേശം വെയിറ്റ് എന്ന് പറഞ്ഞാൽ 115 കിലോ വെയിറ്റ് ഉണ്ട് ഈ മെഷീന്. പിന്നെ ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 540 750 1320 mm. ഏകദേശം 2 അടിയുടെ അടുത്ത് ഫ്രണ്ട് വിഡ്ത്തും ബാക്കിലോട്ട് 2.5 അടി വിഡ്ത്തും പിന്നെ ഹൈറ്റ് 1320 ആണ് വരുന്നത്. ഇത്രയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്നത്. ഇത് നമുക്ക് അടുത്തത് കാണിക്കാനുള്ളത് ചോക്ലേറ്റ് ഫൗണ്ടൻ മെഷീനും വേഫർ മെഷീൻ്റെയും ഡെമോ വീഡിയോയും വർക്കിംഗ് വീഡിയോ ആണ് കാണിക്കാനുള്ളത്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മളത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസുമായിട്ട് വരാം. അപ്പോൾ അതുവരെ ഒരു ഗുഡ് ബൈ.